ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ കൽബ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. നമ്മുടെ സാജിദ് യഹിയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഷൈൻ നിഗം ആദ്യം ചെയ്യാൻ വെച്ചിരുന്ന സിനിമയാണ്. അത് മാറിയിട്ട് ഇപ്പോൾ നമ്മുടെ ഗോലം എന്ന് പറഞ്ഞ സിനിമയുടെ ഗോളം എന്ന് പറഞ്ഞ മലയാള സിനിമയിൽ അഭിനയിച്ച നടൻ ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഹൗസ് മൂവി ചോദിച്ചു കഴിഞ്ഞാൽ ഹലോ ഗായ്സ്, ഹലോ സസ നമ്മുടെ മൂവിയുടെ റിവ്യൂ ആയിട്ട് വന്നിരിക്കുക. കൽബ് മൂവിയുടെ റിവ്യൂ അറിയാലോ, മലയാളം സിനിമയിൽ തന്നെ ഏത് പടം ഇറങ്ങിയാലും അദ്ദേഹം പോയി കാണുന്ന ഒരു വ്യക്തിയാണ്. അത്യാവശ്യം എന്താ പറയണ്ടേ, നല്ല എന്റർടൈൻമെന്റ് മൂവീസും കാര്യങ്ങളൊക്കെ ഒരു മലയാളം മൂവി റിവ്യൂ ചെയ്യുന്നൊരു മനുഷ്യനാണ് ഈ അശ്വിൻ കുക്ക്, സീക്രട്ട് ഏജന്റ്, ശശാമേട്ടൻ, പിന്നെ ഉണ്ണി വ്ളോഗ്സ്. ഇവരുടെയൊക്കെ റിവ്യൂ ആണ് മെയിനായിട്ട് ആൾക്കാർ കൂടുതലും കാണുന്നത്. ആ ഒരു വ്യക്തിയുടെ റിവ്യൂവിനെ കുറിച്ച് ഞാൻ പറയാൻ തന്നെ അറിയാം. അദ്ദേഹം വന്നിട്ടൊരു മൂവി കണ്ടിട്ട് അത് ഇഷ്ടമാണ്, ഇഷ്ടമല്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് പറയുകയും ചെയ്യും. പിന്നെ ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തിന്റെ റിവ്യൂ കണ്ടിട്ട് ഞാൻ ആ പടത്തിന് പോകുന്നില്ല എന്നും പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്ത്. അങ്ങനെ കൽബ് മൂവി ഇറങ്ങിയിട്ട് ഒരു 11-12 മാസം ആവാറായി, ഏകദേശം ഒരു വർഷം കൂടിക്കൂ. ആ മൂവി ഇറങ്ങി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നല്ല ചർച്ചയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അദ്ദേഹം ആ മൂവി കാണുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ റിവ്യൂ വന്ന് പറയുകയും ചെയ്തു. റിവ്യൂ ആയിട്ട് വന്ന് പറഞ്ഞിട്ട് അവസാനം ഷാറൂഖ് ഖാന്റെ ദേവദാസ് മൂവിയുടെ കാര്യങ്ങളൊക്കെ പോയി പറയുകയൊക്കെ ചെയ്ത്. എന്റെ പൊന്നെ ഹരഡോഹോള്ളാരെ പാട്ടൊക്കെ ഇല്ലേ, അത് തന്നെ മൂവി. എന്തായാലും അദ്ദേഹത്തിന്റെ റിവ്യൂ നിങ്ങൾക്ക് ഞാനൊന്ന് വെച്ച് തരാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മലയാളം സിനിമയിലെ തന്നെ അറിയാം റിവ്യൂസ് എടുക്കുന്നവരുടെ ടോപ്പ് 4 തന്നെ ഒന്നാമതോ രണ്ടാമതോ ഒക്കെ നിൽക്കുന്ന വ്യക്തിയാണ്. ഇപ്പോഴാണ് ഈ മൂവിയുടെ റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. പുള്ളിക്കാരനും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള മൂവീസ് ഒന്നും ഞാൻ അങ്ങനെ കാണാറില്ല, ചില മൂവിയുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ ഇത് കൊള്ളത്തില്ല എന്നുള്ള രീതി എനിക്ക് കൂടുതലൊന്നും ഞാൻ കാണാനൊന്നും പോകാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില ബാഡ് ബോയ്സിന്റെ റിവ്യൂലൊക്കെ പുള്ളി പോപ്കോണിന്റെ കഥ വരെ എടുത്ത് പറയുകയൊക്കെ ചെയ്ത്, നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ. എന്തായാലും അദ്ദേഹത്തിന്റെ കൽബ് മൂവിയുടെ റിവ്യൂ നമുക്കൊന്ന് വെച്ച് തരാം. ചക്ക എന്ന് തുടങ്ങിയിട്ട് മാങ്ങിപ്പോ അവസാനിക്കുന്ന ഒരു റിവ്യൂ. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ കൽബ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. നമ്മുടെ സാജിദ് യഹിയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഷൈൻ നിഗം ആദ്യം ചെയ്യാൻ വെച്ചിരുന്ന സിനിമയാണ്. അത് മാറിയിട്ട് ഇപ്പോൾ നമ്മുടെ ഗോലം എന്ന് പറഞ്ഞ സിനിമയുടെ ഗോളം എന്ന് പറഞ്ഞ മലയാള സിനിമയിൽ അഭിനയിച്ച നടൻ ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഹൗസ് മൂവി ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടിപ്പിക്കൽ ലവ് സ്റ്റോറി ട്രാജഡി പടം. ബൈ ദ വേ, ദിസ് വെരി സ്പോയിലർ റിവ്യൂ. അപ്പോൾ കണ്ടുകാണില്ല, എൻ്റെതായ രീതിയിൽ ഞാൻ പറയുന്നത് എളുപ്പം സ്പോയിലറാണ് പറയാൻ പോകുന്നത്. സോ ഇറ്റ്സ് എ ലവ് ട്രാജഡി പടം. ഇതിലെ നടി ഒരു പാട്ടുകാരിയാണ്. ഐ ഹാവ് സീൻ ഹർ സിംഗ്. ആൻഡ് വളരെ യാദൃച്ഛികമായിട്ട് നമ്മുടെ മല്ലു ചിക്കിൽ പുള്ളിക്കാരുടെ വെഡിങ്ങിൽ പുള്ളിക്കാരെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ നോ ദാറ്റ് ഷീസ് ആൻ ആക്ടർ. ഷീ ഡിഡ് റിയലി ഗുഡ് ഇൻ ദിസ് മൂവി. വളരെ നന്നായിട്ട് തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സോ കുഡോസ് ടു ദാറ്റ്. നമ്മുടെ കാർത്തിക് ശങ്കർ ഉണ്ട്, നമ്മുടെ ചൂരലിലെ ടീമുകളുണ്ട്, അങ്ങനെ പറയേണ്ട നമ്മുടെ അബു സലീം ഉണ്ട്. ഒരു വലിയൊരു കാസ്റ്റും കാര്യങ്ങളും തന്നെയാണ്. ആൻഡ് എനിക്ക് ഈ സിനിമയിൽ ഒത്തിരി ഇഷ്ടപ്പെട്ട കുറച്ച് പരിപാടികളുണ്ട്. ഒന്ന് സിദ്ദീഖായും നമ്മുടെ നടൻ്റെയും ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പ്, ബ്യൂട്ടിഫുൾ. ഐ വിഷ് നമ്മുടെയൊക്കെ തന്തമാർ ഇതുപോലെ ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു ഗംഭീര ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പ്. സോ നൈസ്, എസ്പെഷ്യലി ക്ലൈമാക്സ് സീക്വൻസും ഒക്കെ അടിപൊളി. സിനിമ ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് എ ടിപ്പിക്കൽ ലവ് സ്റ്റോറി വിച്ച് ഇസ് ഹെഡിങ് ടുവേർഡ്സ് എ ട്രാജഡി. നടി മരിക്കും, ലവന് ഭ്രാന്താവും. നടി എന്തുകൊണ്ട് മരിക്കും? ചൊറുത്തവളയായ ഒരു തന്തയുണ്ട്, അയാളെ കാസ്റ്റ് കേൾക്കണോ പാക്ക ചൊറിയ ഇമ്മാരി കൂറ തന്തകളുണ്ട് നമ്മുടെയൊക്കെ കൂടെ. അയ്യോ, ചൊറിത്തവള എന്നൊക്കെ പറഞ്ഞാൽ എ ക്ലാസ് എ ഗ്രേഡ് ചൊറിയും. എന്തിനാണെങ്കിലും അയാൾ കാരണം പെണ്ണ് സൂയിസൈഡ് ചെയ്യും. അതിനൊരു റീസൺ എനിക്ക് ലൈക്ക് വൈ ഷീ ഡൈസ് എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, എന്തിന് വൈ, ലൈക്ക് അത് ഞാൻ അങ്ങനത്തെ ഒരു ഇതിൽ എത്തിയോ എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നിയത് പേഴ്സണലി. ബട്ട് യാ, ഒരു ലവ് സ്റ്റോറി, ഒരു ടിപ്പിക്കൽ സാധനമുണ്ട്. നമ്മൾ ദേവദാസും റോമിയോ ജൂലിയറ്റും സൂഫി സുജാതയും ഒക്കെ കാണുന്ന പോലത്തെ ഒരു പരിപാടി തന്നെയാണ്. എന്നാൽ ഇതൊരു ന്യൂജൻ പിള്ളേരുടെ കഥ പറയുന്നത്. ന്യൂജൻ പിള്ളേരാണ് ഇതൊക്കെ. നമ്മുടെ കാലത്ത് ഇങ്ങനെയൊക്കെയാണ്, നമുക്ക് തീവ്രമായ ഒരാളുടെ സ്നേഹം തോന്നുന്നത്, നെഞ്ചി വിരിച്ചുമായിട്ട് എനിക്ക് തന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതാണ് പടത്തിൽ എടുത്തേക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേർ മൊത്തം സിറ്റുവേഷൻ ഷിപ്പ്, പിന്നെ ക്ലാരിറ്റി ഇല്ലായ്മയാണ് എന്നെ ക്ലാരിറ്റി എന്നൊക്കെ പറയണ ഇപ്പോഴത്തേക്ക് ഭൂരിഭാഗമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തേക്ക് ഒരു ജനറേഷൻ്റെ പിള്ളേരുടെ ഒരു തോട്ട് പ്രോസസ്സൊക്കെ മാറിയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ പടം രണ്ട് കൈയും കൊണ്ട് സ്വീകരിച്ച ജെൻസി പിള്ളേർക്ക്, ആൻഡ് ഐ വാസ് ഹാപ്പി ടു സീ ദാറ്റ് ബിക്കോസ് ദിസ് ഇസ് എ റിയലി നൈസ് ലവ് സ്റ്റോറി പടം ആൻഡ് പീപ്പിൾ ലൈക്ക് ഇറ്റ്, പീപ്പിൾ ലവ് ഇറ്റ്, പീപ്പിൾ കണക്റ്റഡ് വിത്ത് ദ ക്യാരക്ടേഴ്സ്. ഗുഡ്, ഐ ആം പ്രൗഡ് ഓഫ് യു ഗൈസ്. ആ സമയത്ത് നിങ്ങൾ ഈ പടം പോയി കണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും പറയത്തില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട് ബ്രോ. നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങളത് പറയത്തില്ല. അന്ന് നിങ്ങൾ ഇതിനെ റിവ്യൂ ഇട്ട് ഇന്ന് നിങ്ങൾ ഉൾപ്പെടെ ഏറി കയറിയാനെ ഉറപ്പാണ്. നിങ്ങൾ ഇന്ന് ഏറി കയറേണ്ട ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ അന്ന് ആ പടം പോയി കണ്ടിട്ട് റിവ്യൂ ഇട്ടായിരുന്നെങ്കിൽ. അതിനെ എഴുതി ഒപ്പിട്ട് തരാം. ഇപ്പം വന്നിട്ട് പിന്നെ ഇപ്പം നല്ല രീതിയൊക്കെ പറയുന്നുണ്ടെങ്കിലും പുള്ളി നൈസായിട്ടൊക്കെ ഒന്ന് വളയുന്നതും തിരിയുന്നതും ഒക്കെ ഉണ്ട്. എന്തായാലും ഞാൻ ബാക്കിയും കൂടെ ഒന്ന് വെച്ച് തരാം. ബിക്കോസ് ഇപ്പോഴത്തെ ഇപ്പം കാലഘട്ടത്തിനനുസരിച്ച് പ്രണയം മാറും. നമ്മളൊക്കെ എനിക്കൊക്കെ ഒരാളെ കിട്ടിയ അയാളെ സ്നേഹിച്ച് കൊല്ലും ഞാൻ. അതാണ് ഞാനെന്ന വ്യക്തി. എന്നെ പോലെയുള്ള ഒരു ആൾക്കാരും ഉണ്ട്. പക്ഷേ കണ്ണം തിരിവ് കാണിക്കുന്ന കുറേ തെണ്ടികളും ഉണ്ട്. അതായത് ഒരേ സമയത്ത് ഒരാളെ വെച്ചിട്ട് സൈഡിൽ
അതാണ് പറയുക, അതൊന്നും നമുക്ക് അവരെ അതിന് ഇടപെടാനൊന്നും പറ്റുന്നില്ല. ദാറ്റ്സ് ദെയർ ലൈഫ്, ദെയർ പ്രൈവറ്റ് പേഴ്സണൽ സ്റ്റഫ്. ബട്ട് ഇങ്ങനത്തെ പ്രണയം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രണയം തോന്നുക എന്ന് പറയുന്നത് ഒരു വളരെ എന്താ പറയുക, വളരെ റെയർ ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് ഒരാളെടുത്ത് തീവ്രമായി സ്നേഹിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരാളെ തന്നെ നമുക്ക് ലൈഫിലും സ്നേഹിക്കാൻ പറ്റുന്ന ആ ഒരു അതൊന്നുമല്ല. ദാറ്റ് ഇസ് വെരി സ്പെഷ്യൽ എന്ന് ഐ ഫീൽ. ഓക്കെ, ബട്ട് ഇറ്റ്സ് നോട്ട് നെസസറി ലൈക്ക് ദാറ്റ്. ചില സമയത്ത് ദ ലവ് ഫെയ്ഡ്സ് അവേ. ചില കാരണങ്ങളാൽ അവർക്ക് കോമ്പാറ്റബിൾ അല്ല എന്ന് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ചിന്തിക്കാം. അതാണ് പറയുന്നത്, നമുക്ക് ഒരിക്കലും ഇതാണ് ശരിക്കുമുള്ള പ്രണയം എന്ന് നമുക്ക് കോട്ട് ചെയ്ത് പറയാൻ പറ്റില്ല. മനസ്സിലായോ? പ്രണയത്തിന് അങ്ങനെ ഒരു ഡെഫിനിഷൻ ഇല്ല. അതാണ് സംഭവം. ദാറ്റ് ഈസ് ലവ്. അതാണ് ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിലൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്, അത് ചില ആൾക്കാർക്ക് ഇതായിരിക്കാം, പക്ഷേ എല്ലാവർക്കും അതല്ല. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ വേണം നിങ്ങൾ പ്രണയിക്കേണ്ടതെന്ന് പറയാൻ പറ്റില്ല. അതിങ്ങനെ നമുക്ക് സംസാരിച്ച് ഫിലോസഫിക്കലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ വേറെ ലെവലോട്ട് പോകും. അപ്പോൾ എന്താണെങ്കിലും അങ്ങനത്തെ ഒരു സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ആ ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പാണ്. ആൻഡ് ഐ വിഷ് എവരി തന്തമാർ ഇസ് ലൈക്ക് ദാറ്റ് തന്ത എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അതായിരിക്കും നല്ലത് ചേട്ടാ. നമുക്ക് എന്തായാലും ബാക്കി പറയുമെന്ന് പറഞ്ഞാൽ പുള്ളി സംസാരിച്ച് ഇനി വേറെ മൂവിയിലോട്ട് അങ്ങ് പോകുന്നുണ്ട്. ഇത് റിവ്യൂ വന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സിദ്ദിഖൊക്കെ കൊള്ളാം, നല്ല തന്തയുടെ കോമ്പവും കാര്യങ്ങളൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ കാർത്തിക് ശങ്കർ, ഈ പറയുന്ന അബൂ സലീമിൻ്റെ ഇതൊക്കെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പുള്ളി. എന്തായാലും ബാക്കി പുള്ളിയുടെ കേട്ട് നോക്ക്. ഇതാണ് പുള്ളിയുടെ റിവ്യൂ. ഇതൊക്കെ കേട്ടിട്ട് കുറേ എണ്ണം തലയും കുത്തി നിൽക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. കാറ്റ് പോലെയാണ്. ആൻഡ് ദിസ് വാസ് എ ഗുഡ് വാച്ച്. ഇറ്റ്സ് ഞാൻ പറയാം, ഇത് തിയേറ്ററിലൊക്കെ ഇരുന്ന് ഞാൻ ഒരിക്കലും ഇരുന്ന് കാണുമായിരുന്നു ഉറപ്പായിട്ട്. ഞാൻ കുറേ കടിച്ചു കളഞ്ഞു, കുറേ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പിന്നെ നമ്മൾ ടിപ്പിക്കൽ സാധനങ്ങളാണ്. ട്രെയിനിൽ ചാടി കയറുന്നു, സില്ലി സെയിം ഓൾ. സോ അതാണ് പറഞ്ഞത്, ഒരു ടിപ്പിക്കൽ ഒരു ലവ് സ്റ്റോറി പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെ സേ ഇറ്റ്സ് ലൈക്ക് ഭയങ്കരം അങ്ങനെയൊന്നുമില്ല, എല്ലാ പടം പോലെ ഒരു പടം. പിന്നെ എന്തിനാണ് നിങ്ങൾ റിവ്യൂ ആയിട്ട് വന്നത്? ഞാൻ അത് ആലോചിക്കുകയാണ്. ഓടിച്ചോടിച്ചോടിച്ച് കണ്ടിട്ട് പാട്ടൊക്കെ പാട്ടൊക്കെ നല്ല അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെയാണ്. അയ്യോ, നല്ല റിവ്യൂറാ കേട്ടോ. എല്ലാം ഓടിച്ചോടിച്ചോടിച്ചോടിച്ച് കാണുന്നു. കഷ്ടം. ബാക്കിയും കൂടെ പറ. ദേവദാസ് കണ്ടിട്ടുണ്ടോ? ഷാറുഖ് ഖാൻ, ഐശ്വര്യ റായ് അഭിനയിച്ച അതൊക്കെ കണ്ട് നിങ്ങളൊക്കെ കാര്യങ്ങൾ തള്ളും. റീലൊക്കെ നിങ്ങളെ കഥ ട്രൈ. അവസാനം ഷാറുഖ് ഖാൻ ഇങ്ങനെ നീ കിടക്കും, ഇങ്ങനെ പറോ എന്നൊക്കെ പറഞ്ഞിട്ട് മോനെ അതൊക്കെ കണ്ട് ഞാൻ കണ്ണിന്ന് മൂക്കിന്നൊക്കെ കരച്ചിൽ വരും. അതൊക്കെ വേറെ ലെവൽ സാധനമുണ്ട്. ഐശ്വര്യ റായിൽ ഒരു ഓട്ടോ കൊണ്ട് മോനെ സഞ്ജയ് ലീല ബൻസാൽ ഇങ്ങനെ പോവും. ആ സാരിയൊക്കെ ഇങ്ങനെ കത്തി ഇങ്ങനെ ഷീന്ന് പറഞ്ഞ് പോകും. സ്ലോ മോഷൻ എന്നൊക്കെ പറഞ്ഞു. എന്തൊരു സാധനമാണെന്ന് അറിയാം. അതൊക്കെ തിയേറ്ററിൽ കണ്ടു. ദേവദാസ് കണ്ടില്ലെങ്കിൽ പ്ലീസ് വാച്ച് ദേവദാസ്, ഷാറുഖ് ഖാൻ അഭിനയിച്ച ബ്യൂട്ടിഫുൾ മൂവി. സോ യാ ഗൈസ്, അതൊക്കെ മൂവിയും കൂടെ ഇരുന്ന് കാണണമെന്നും കൂടെ പറഞ്ഞിട്ട് പോകും. എൻ്റെ പൊന്നു മനുഷ്യ, ഇതാണോ നിങ്ങളുടെ റിവ്യൂ? എന്തായാലും കൊള്ളാം, നമിച്ചിരിക്കുന്നു കേട്ടോ. ഇവർക്കൊക്കെ തോന്നിയിട്ട് ഏതെങ്കിലും ഒരു പടം പോയി കാണുകയും ചെയ്യും, അതിൻ്റെ റിവ്യൂസ് പറയുകയും ചെയ്യും. നിങ്ങളെപ്പോലുള്ള കുറേ മണ്ടന്മാർ ഇരുന്നിട്ട് ഇതും കണ്ടിട്ട് പോകാതിരിക്കുകയും ചെയ്യും. ചിലപ്പോൾ നല്ല മൂവി ആയിരിക്കും നിങ്ങൾക്ക് മിസ്സാവുന്നത്. ദയവ് ചെയ്ത് റിവ്യൂസ് ഇടുന്നവരുടെ റിവ്യൂ കണ്ടിട്ട് ഒരിക്കലും പടം കാണാൻ പോലെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ വരുവാണെങ്കിൽ, ദിലീപ്, മോഹൻലാൽ, മമ്മൂട്ടി, ദുൽഖർ, ടോവിനോ, ഉണ്ണി, ഇവരൊക്കെ വരുവാണെങ്കിൽ ഏത് പടമാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പോയി കാണുക. അല്ലാതെ ഇതുപോലുള്ള കണ്ടില്ലേ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ അശ്വിൻ ഗോക്കിൻ്റെ ഞാൻ അടുത്ത് പറയുന്നില്ല, ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ.